ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കഞ്ഞീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചെറുപയർ പരിപ്പ് വേണം. അതിന് ശേഷം ഒരു ഗ്ലാസ് പച്ചരി വേണം. ചെറുപയറായാലും കുഴപ്പമില്ല കേട്ടോ, എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തത്. അതിന് ശേഷം അതൊരു 3-4 വട്ടം വാഷ് ചെയ്തിട്ട് നമുക്ക് ഇത് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. അല്ലാതെ വേവിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ടാട്ടോ കുക്കറിൽ വേവിക്കുന്നത്. കുക്കറിൽ ഏകദേശം ഇത്രയും വെള്ളം വെച്ച് ഒരു 3-4 വിസിൽ അടുപ്പിക്കണം. എനിക്ക് ഈ കുക്കറിൽ 3-4 വിസിൽ വേണം ആവശ്യമുണ്ട് കേട്ടോ. ഓരോ കുക്കറിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതിന് ശേഷം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചിപ്സൊക്കെ കഴിക്കാം. ഞാനിത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. ഇത് മധുരമുള്ള ചിപ്സാണ്, എനിക്ക് മറ്റേ ചിപ്സിനേക്കാൾ ഇത് ഇഷ്ടം കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ ചിരവില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട്. ഇത്രയും ഓരോരുത്തർക്കും ഓരോ വേവ് അനുസരിച്ചിട്ടാണ്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ കഞ്ഞി വെന്ത് കിട്ടണം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലവർ തേങ്ങയൊന്നും ഇടാറില്ല, ഞാൻ ഇടലുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് നാളെ രാവിലത്തേക്കും കൂടെ ചേർത്താണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കഞ്ഞി. കാരണം ഞാനിപ്പോൾ തനിയായതുകൊണ്ട് ഒറ്റയ്ക്കാണ്, ഏട്ടനും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ നാളത്തേക്കും കൂടെ ചേർത്ത് ഉണ്ടാക്കിയതാട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പാണ്, അപ്പോൾ പിന്നെ ഇത് കേടൊന്നും പോകുമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്.